എൻ്റെ പേര് അശ്വതി. പൊതുവെ എനിക്ക് സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളും മോട്ടിവേഷൻ ക്ലാസ്സുകളും വലിയ വലിയ ആൾക്കാരുടെ ഇൻ്റർവ്യൂസൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. സാധാരണ സിനിമകൾ, പാട്ടുകൾ അതൊക്കെ കേൾക്കണേക്കാളും ഞാൻ കൂടുതൽ സമയവും ഇങ്ങനത്തെ ഇൻ്റർവ്യൂസും പ്രഭാഷണങ്ങളൊക്കെ കേട്ടിട്ട് തന്നെയാണ് സമയം കളയാറ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ശ്രീവിദ്യ ചേച്ചിനെ പരിചയപ്പെടുന്നത്. ശ്രീവിദ്യ ചേച്ചീൻ്റെ അയൽവാസിയാണ്. ഞാൻ കല്യാണം കഴിഞ്ഞ വീടിൻ്റെ തൊട്ടടുത്താണ് ശ്രീവിദ്യ ചേച്ചിയുടെ വീട്. കുറേ പരിചയപ്പെട്ടപ്പോഴാണ് മനസ്സിലായത് ഞങ്ങൾ രണ്ടുപേരും ഏകദേശമൊക്കെ ഒരേ കാര്യങ്ങൾ തേടി നടക്കുന്ന രണ്ടാൾക്കാരാണ്. അപ്പോൾ ഞാൻ ശ്രീവിദ്യ ചേച്ചിയോട് സംസാരിക്കുമ്പോൾ എപ്പോഴും ഞാൻ ചോദിക്കാറുണ്ട്, ശ്രീവിദ്യ ചേച്ചി എന്താ ഫോളോ ചെയ്യാറ്, ശ്രീവിദ്യ ചേച്ചി എങ്ങനെയാണ് ലൈഫൊക്കെ എങ്ങനെയാണ് അത് കറക്റ്റായിട്ട് കൊണ്ടുപോകണത്, ഏത് ബുക്സാണ് വായിക്കുന്നത്, ഞാൻ പിന്നെ ആലർന്ന് ഞാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ശ്രീവിദ്യ ചേച്ചി ഇങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ വീഡിയോസൊക്കെ എനിക്ക് സജഷൻ ചെയ്യും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശ്രീവിദ്യ ചേച്ചി മാമിൻ്റെ വീഡിയോ സജസ്റ്റ് ചെയ്തത്. എന്നിട്ട് പറഞ്ഞു, ഇതൊന്ന് ജോയിൻ ചെയ്ത് നോക്കൂ, ഇഷ്ടാവുമെന്ന് നോക്കൂ. കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്ന കുറേ ക്വസ്റ്റ്യൻസ് അന്ന് ആ ഇൻ്റർവ്യൂവിൽ മാം പറഞ്ഞു, അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞുതരാമെന്ന്. അതാണ് എന്നെ കൂടുതൽ എക്സൈറ്റിംഗ് ആക്കിയത്. അങ്ങനെയാണ് ഞാൻ ക്ലാസ്സിന് ചേർന്നത്. ക്ലാസ്സിന് ചേർന്നപ്പോൾ മാം ഓരോ കാര്യം പറയുമ്പോഴും എനിക്ക് തോന്നും, അയ്യോ ഇത് ഞാൻ മനസ്സിലന്ന് വിചാരിച്ചിരുന്നതല്ലേ, പണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടല്ലോ എന്ന് കുറേ കാര്യങ്ങൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഒന്ന്. പിന്നെ ഞാൻ ഈ മോട്ടിവേഷൻ ക്ലാസ്സൊക്കെ കുറേ കേൾക്കുമെന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ പിന്നിലുള്ള ഒരു ഉദ്ദേശം എനിക്ക് ഏറ്റവും നല്ല മനുഷ്യനായിട്ട് ജീവിച്ച് തീർക്കണം എന്നുള്ളതായിരുന്നു. പക്ഷേ ക്ലാസ്സിൽ വന്നപ്പോൾ അതൊന്ന് കുറച്ച് ചേഞ്ച്. എനിക്ക് നല്ല മനുഷ്യൻ്റെ കൂടെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു നല്ല മനുഷ്യനായിട്ട് ജീവിക്കണമെന്ന് ഇപ്പോൾ എൻ്റെ ആഗ്രഹം കുറച്ച് മാറി. സക്സസ്ഫുൾ ആയിട്ടിരിക്കണം, അങ്ങനെ മാറി. എൻ്റെ മനസ്സിൽ സന്തോഷം നിറയ്ക്കുന്നതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഉള്ളിലും അതുപോലെ സമൂഹത്തിൻ്റെ ഉള്ളിലൊക്കെ ഒരു സന്തോഷം നിറയ്ക്കാൻ പറ്റിയ, അത് നമ്മുടെ ലൈഫിൽ വലിയ ചേഞ്ച് വരുത്തുന്നുള്ള ഒരു തോട്ട് എൻ്റെ മനസ്സിലിപ്പോൾ കുറച്ച് ബലമായിട്ട് കടന്നു കൂടിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഹസ്ബൻഡ് അത് പറയേണ്ടതാണ്. ഞാൻ 4:30 എനിക്ക് തോന്നുന്നു, ഞാൻ വിചാരിച്ചിട്ട് തന്നെ ഇല്ല, പക്ഷെ 4:30 അലാറം വയ്ക്കുമ്പോൾ ഹസ്ബൻഡ് എന്നെ വിളിക്കും. എനിക്കൊരു കാര്യം കറക്റ്റായിട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ കറക്റ്റായിട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് എന്നെ ഭയങ്കര പ്രോത്സാഹിപ്പിച്ച് വിടും. അതൊക്കെ എനിക്ക് കുറച്ച് അത്ഭുതകരമായ കാര്യങ്ങളാണ്. പിന്നെ ഞാൻ ഇതിനു മുമ്പ് മോട്ടിവേഷൻ ക്ലാസ്സുകളിൽ ചേർന്നിട്ടുണ്ട്. ആ ക്ലാസ്സുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വെച്ചാൽ സാറ് ഒരു 1 മണിക്കൂർ ക്ലാസ് എടുക്കും, ക്ലോസ് ചെയ്യും, അടുത്ത ദിവസം എടുക്കും. അങ്ങനെയാണ് അത്. നമ്മൾ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ സ്വീകരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, മൂപ്പർക്ക് അങ്ങനത്തെ ഒരവസ്ഥയിലാണ്. പക്ഷെ ഇവിടെ മാം ശരിക്കും സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു അമ്മയാണ്. അപ്പോൾ മരുന്ന് വേണ്ട പറഞ്ഞാലും കുട്ടികളെ നിർബന്ധിച്ച് കുടിപ്പിക്കണ ഒരമ്മയുടെ പോലെയൊക്കെ തോന്നിയത്. അല്ലാണ്ട് ഇങ്ങനെ പിന്നാലെ നടന്ന് കഴിക്കുന്നൊന്നും വേറെ ആരും ഒരു ടീച്ചേഴ്സും പറയില്ല. ഞാനത് ഇവിടെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഒരു കർക്കശക്കാരിയായ നല്ല സ്ട്രിക്റ്റ് ഒരമ്മ. കുട്ടികൾ നന്നാവണം എന്ന് കറക്റ്റായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ഒരു അമ്മേനെയാണ് എനിക്ക് ഇവിടെ കാണാൻ കിട്ടിയത്. ഇത് ശരിക്കും ഈ പ്ലാറ്റ്ഫോമിൽ വന്ന ഞങ്ങൾ കുറച്ച് പേരൊക്കെ ഭയങ്കര ഭാഗ്യം ചെയ്തിട്ടുള്ളവരാണ്. കാരണം ഈ ക്ലാസ് നമ്മുടെ മൈൻഡ് അങ്ങോട്ട് ഹാപ്പി ആക്കും, മൈൻഡിൽ അങ്ങോട്ട് പോസിറ്റിവിറ്റി നിറയ്ക്കും എന്ന് എനിക്ക് തോന്നുന്നത്. കുറച്ച് ക്ലാസ്സിൽ ഇപ്പോൾ ഞങ്ങൾ ഞാനൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷേ മനസ്സിലൊക്കെ ഭയങ്കര ചേഞ്ച് ഉണ്ട്, കുറേ പോസിറ്റിവിറ്റി നിറഞ്ഞ പോലെ തോന്നുക. ഇപ്പം ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ നെഗറ്റീവ് ആലോചിക്കാൻ നേരമില്ല. കാരണം നമുക്ക് പിന്നാലെ ഇങ്ങനെ എന്താ പറയുക, മനസ്സിലാലോചിക്കാനുള്ള കണ്ടൻറ്റുകൾ മാം തരുന്നുണ്ടല്ലോ, അതെന്നെ ആലോചിച്ച് വരുമ്പോഴേക്കും വേറൊന്നും ആലോചിക്കാനുള്ള സമയമില്ല ഇപ്പോൾ. അതാണ് സത്യം. അതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു മാം.